ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു തക്കാളി രസം ഉണ്ടാക്കാം. ആദ്യം ഒരു ചീനച്ചട്ടി വയ്ക്കുക. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലോട്ട് കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇടുക. സവാള അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിലോട്ട് ഇഞ്ചിയല്ല, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റുക. വഴറ്റി സവാളയുടെ പച്ചമണം ഒക്കെ മാറുമ്പോൾ അതിൽ പൊടികൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. പച്ചമണം മാറിക്കഴിയുമ്പോൾ 2 ടൊമാറ്റോ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റ് പോലെയാക്കി ഇതിൽ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റുക. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളി കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കലക്കി പുളിവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പുളി കുറച്ച് ഒഴിച്ചാൽ മതി. തക്കാളിയുടെ പുളി കൂടി നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പുളി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരുപാട് ഒഴിക്കരുത്. ഒരുപാട് ലൂസാവാൻ പാടില്ല. കറി ചെറിയൊരു കുറുകിയിരിക്കുന്ന ഒരു ടൈപ്പാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇതാക്കുക. എന്നിട്ട് അതിൽ ഒരു ചെറിയ കഷ്ണം കായം ഇട്ട് കൊടുക്കുക. അവസാനം ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും ഇട്ട് കുറച്ച് ഉപ്പും ഒഴിച്ചു കൊടുക്കുക. ഇട്ട് നന്നായി തിളപ്പിക്കുക. നന്നായിട്ട് തിളപ്പിക്കുക. അതിൽ പൊടികളിടുമ്പോൾ അതിൽ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. രസം നന്നായി തിളച്ച് ഒന്ന് കുറുകി വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് വെള്ളം പോലെ അല്ല ഈ രസം. ഒന്ന് ചെറിയൊരു കുറുകൽ കാണും. ഒന്ന് കുറുകി വരുമ്പോൾ രസം മാറ്റുക.